ഈശോയിലെ പ്രിയമുള്ളവരെ, ആരാണ് പാപി എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ അഡ്രസ്സ് ചെയ്യായിരുന്നു അല്ലെ. ആരാണ് ഒരു സിന്നർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമ്മൾ ആരാണ് പാപി എന്ന് പറഞ്ഞു, ഒരു ചെറിയ തോതിൽ നമ്മൾ മനസ്സിലാക്കി. എല്ലാ മനുഷ്യരിലും പാപമുണ്ട്, എല്ലാവരും പാപികളാണ്. പരമപരിശുദ്ധനായ ദൈവത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെല്ലാവരും പാപമുള്ളവരാണ്. പാപത്തോടു കൂടെയാണ് നമ്മൾ ജനിച്ചത്. പിന്നീട് നമ്മൾ മാമോദീസ വഴി സഭയുടെ ഭാഗമാകുന്നു. പിന്നീട് കൂദാശകളുടെ സ്വീകരണങ്ങളിലൂടെ നമ്മൾ ഈ പാപത്തിനെതിരെ പോരാടുകയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം കൃപയാലാണ് നമ്മൾ പാപത്തെ അതിജീവിക്കുന്നത്. ഇനി എല്ലാ മനുഷ്യരിലും പാപം ചെയ്യാനുള്ള ടെംപ്റ്റേഷൻസ്, സാധ്യതകൾ ഒരുപോലെയല്ല. ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, മാതാപിതാക്കൾ, അറിവ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഒരാളിൽ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ കാര്യം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു മനസ്സിലാക്കുക എന്നതാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കൃപ ലഭിച്ചു. ഇതെന്തിനു വേണ്ടിയാണ് ദൈവം പൗലോസിനെ തെരഞ്ഞെടുത്ത് ഇതുപോലെ ഒരു കൃപ നൽകി വലിയൊരു അപ്പസ്തോലനാക്കി ഉയർത്തിയത്? ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു മാതൃക നൽകാനാണ്. എന്തുമാത്രം ദൈവം ക്ഷമിക്കും, എന്തുമാത്രം ഒരു വഴിതെറ്റിപ്പോയ മനുഷ്യനെ അത്രയും നാൾ മറ്റൊരു കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മറ്റൊരു വഴിയെ പോയിക്കൊണ്ടിരുന്ന ഒരാളെ ദൈവാനുഭവം നൽകി അവിടെ വെച്ച് ദൈവം കുതിരപ്പുറത്തുനിന്ന് വീണ് ദൈവാനുഭവം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവനിൽ കൃപ നൽകി അവനെ എനിക്ക് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യനാക്കി മാറ്റാൻ ഒരു കൃപ നൽകിയാൽ ഒരു മനുഷ്യന് അങ്ങനെ മാറാൻ പറ്റുമെന്നും അവൻ ആ 10,000-കണക്കിന് മനുഷ്യരെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ദൈവത്തിന് വേണ്ടി അവൻ ജീവിച്ച് മരിക്കാൻ സന്നദ്ധനാകുന്ന ഒരു മനുഷ്യനായി മാറും. അവനിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പൗലോസിനെ പോലെ ഒരു അപ്പസ്തോലൻ ഉയർത്തിയിട്ട് അതുപോലെ ഒരു ദൈവവചനം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നിങ്ങൾ ആരാണെങ്കിലും, എൻ്റെ മക്കൾ നല്ലവരായതുകൊണ്ടല്ല ഞാൻ അവരെ സ്നേഹിക്കുന്നത്, ഞാൻ വിചാരിക്കണ പോലെയൊക്കെ അവരെന്നോട് ബിഹേവ് ചെയ്യുന്നതുകൊണ്ടല്ല ഞാൻ അവരെ സ്നേഹിക്കുന്നത്, അവരെൻ്റെ മക്കളായതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു. ഒരു പെറ്റമ്മ അൺകണ്ടീഷണൽ ആയിട്ടാണ് മക്കളെ സ്നേഹിക്കുന്നത്. കാരണം അവരാണ് അവരെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ സൃഷ്ടാവായ ദൈവം നമ്മുടെ അപ്പനാണ്, ദൈവമാണ് നമ്മൾ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ എന്തിൻ്റെ പേരിലാണ് ദൈവം നമ്മൾ ഉപേക്ഷിച്ച് കളയുക? ക്രിയേറ്റർ ആണ്, സൃഷ്ടാവാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സൃഷ്ടിയെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. ഞാൻ ഇതുപോലെ മാനസികമായി തകർന്ന് എൻ്റെ പോരായ്മകളെയും കുറവുകളെയും എന്നിലെ പാപാവസ്ഥയും കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയിൽ നമ്മൾ നിൽക്കുമ്പം ശരിക്കും ഒരു ദൈവാനുഭവം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും നാൾ നിങ്ങൾ അത്യാവശ്യം നല്ല ആളാണ്, ഞാൻ കുഴപ്പമില്ല, ഇങ്ങനെ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് വെച്ചും ഞാൻ മെച്ചപ്പെട്ട ആളാണ്, നിങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ നീതിമാനാണെന്നൊക്കെ ഒരു തോട്ട് നിങ്ങൾക്കുണ്ടെങ്കിലും ശരിക്കും ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടാൽ നിങ്ങൾ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് കണ്ണുനീരോടെ നിലവിളിക്കും, കർത്താവേ ഞാൻ പാപിയാണേ, എൻ്റെ മേൽ കനിയണമേ എന്ന് വിളിക്കും. അവിടെയാണ് ശരിക്കും മനുഷ്യൻ്റെ ആത്മാവിൽ എളിമ ഉണ്ടാവുന്നത്, തകർക്കപ്പെടുകയാണ് അവൻ. എല്ലാ മനുഷ്യരിലും പാപം ഉണ്ടെന്ന് ആ തിരിച്ചറിവ് ഉണ്ടാവുന്നത് വരെ മാത്രമാണ് നമ്മൾ ഭയങ്കര സെറ്റപ്പായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്താണ് ദൈവം നിങ്ങളെ തൊട്ടു എന്നതിൻ്റെ അടയാളമാണ് അങ്ങനെ ഒരു പാപബോധം നിങ്ങൾക്കുണ്ടാകുന്നതും പശ്ചാത്താപത്തിലേക്ക് നിങ്ങൾ നയിക്കുന്നതും. യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ അങ്ങനെയാണ്, പശ്ചാത്താപിക്കുവിൻ, സ്വർഗരാജ്യം വന്നു ചേർന്നിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഒരു ആന്തരികമായിട്ടുള്ള ഒരു തകർക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും, ഈ പാപബോധം ഉണ്ടാകും. എനിക്ക് തെറ്റുപറ്റി പോയല്ലോ, ഞാൻ പാപിയാണെന്ന് ആ നിമിഷം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. വിശുദ്ധരോട് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്, ഒറ്റ പാപിയുള്ളൂ ലോകത്തിലെങ്കിൽ, ഒറ്റ പാപിയുള്ള ദൈവത്തിന് ലോകത്തിലെങ്കിൽ ഇതേ തീവ്രമായ വേദനകൾ സഹിച്ച് ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി വരും. അത്രയേറെ പാപികളെ ചേർത്ത് നിർത്തിയ ഒരു ദൈവം 99 ആടുകളെ വിട്ട് ഒന്നിൻ്റെ പുറകെ പോകാന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ലോജിക്കുമില്ല, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു മണ്ടത്തരമാണ്. ഈ 99 എന്തെങ്കിലും സംഭവിച്ചാലോ അതിനെക്കുറിച്ചൊന്നും അവൻ ചിന്തിക്കുന്നില്ല. ഈ ഒന്നിനോടുള്ള അഗാധമായ സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ ഒന്നാണ് നിങ്ങൾ എന്നിങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് കൊണ്ട് കൃത്യമായിട്ട് വഴിയിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് നാളെയും ചിലപ്പോൾ ഈ കുഞ്ഞാട് വഴിതെറ്റിപ്പും. അതൊക്കെ കർത്താവിന് അറിയാം. കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉണ്ടായിരുന്നതാണ് പത്രോസ് ലീഹ. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ശരി ഞാൻ മീൻ പിടിക്കാൻ പോയി, ഇതൊന്നും നേരെയാവുന്ന പരിപാടിയല്ല എന്ന് തോന്നുന്നു. അവസാന നിമിഷം വരെ ഇത്രയേറെ അത്ഭുതങ്ങൾ കണ്ട പത്രോസ് 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് തള്ളി പറഞ്ഞു. എന്നിട്ടും രണ്ടാമത് പത്രോസിനെ യേശുക്രിസ്തു കണ്ടപ്പോൾ ഇത്രയേ ചോദിച്ചുള്ളൂ, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പം ഇവൻ്റെ ഉള്ളിൽ ഈ അനുഭവം ഉണ്ട്, ഞാൻ നിന്നെ തള്ളി പറഞ്ഞവനാണെന്നുള്ളൊരു ബോധ്യമുണ്ട്. അപ്പം അത് ഈശോയ്ക്ക് അറിയാം. പക്ഷെ അവൻ ആ പ്രാശ്ചിത്തം ചെയ്യണം. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് 3 പ്രാവശ്യം ഏറ്റു പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഏറ്റു പറയണം. ചിലപ്പോൾ ഇതുപോലെയുള്ള ചില അനുഭവങ്ങളുടെ നടുക്ക് നമ്മൾ പെട്ടിട്ടുണ്ട്. അവനെ നമ്മൾ തള്ളി പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് പറയാനുള്ള സിറ്റുവേഷനുകൾ ജീവിതം തന്നിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ കർത്താവ് അതൊന്നും ചോദിക്കുന്നില്ല.
കർത്താവെ, ഞാൻ അശുദ്ധിയുള്ളവളാണ്, ഞാൻ വ്യഭിചാരം ചെയ്തു പോയേ, ഞാൻ അശുദ്ധ പാപങ്ങളിൽ പെട്ടുപോയേ, ഞാൻ മോശമായിട്ട് ബിഹേവ് ചെയ്ത്, ഞാൻ മദ്യപാനിയാണ്, ഞാൻ ഡ്രഗ്സിന് ഉപയോഗിക്കുന്നുണ്ട്, എനിക്കൊന്നുമില്ല, എന്നിലെ നിനക്ക് തരാൻ വേണ്ടി ഒന്നുമില്ല. കർത്താവ്, ഞാൻ നിന്നോട് ഇതൊക്കെ ചോദിച്ചോ? ഈശോ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നിട്ട് ഈശോ നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ഇതൊക്കെ നിന്നോട് ചോദിച്ചോ? നീ ഇത്ര മാത്രം പറയുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രം പറയുക. പത്രോസ്ലായോട് ചോദിച്ച അതേ ചോദ്യം, ഡു യു ലവ് മീ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് നിന്റെ പാസ്റ്റ് അറിയണ്ട, നീ 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 ഇപ്പം എന്താണെന്നുള്ളത് എൻ്റെ ഒരു വിഷയമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അക്സെപ്റ്റൻസ് അൺകണ്ടീഷണൽ ആയിട്ട് ഒരു പാപിക്ക് കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. പെറ്റമ്മ പോലും ഒരുപക്ഷെ നിങ്ങളെ വിട്ടുകളഞ്ഞേക്കാം, നിങ്ങളുടെ കുറവുകളിലും പോരായ്മകളിലും. നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആ ശക്തി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇതൊക്കെ അറിയാവുന്നതാണ് എന്നെ കർത്താവ്. കൃപയില്ലാണ്ട് ഇതൊന്നും നടക്കില്ല. കൃപയില്ലെങ്കിൽ ഈ ഇരിക്കുന്ന പോലെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പാപം എല്ലാവരിലും ഉണ്ട്. ചില മനുഷ്യരിൽ ജന്മനാ ചില പാപങ്ങളുടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ചില പാപങ്ങൾ. അതൊക്കെ വിട്ടുപോകാൻ സമയമെടുക്കുമെന്നും നിരന്തരം നിങ്ങളെ തിരുത്തേണ്ടി വരുമെന്നും ചിലപ്പം ശിക്ഷിക്കേണ്ടി വരുമെന്നും ചിലപ്പം അനുകമ്പ കാണിക്കേണ്ടി വരുമെന്നും ഒക്കെ കർത്താവിനറിയാം. കർത്താവിന് വിട്ടുകൊടുക്കണം. കർത്താവ് നിങ്ങളെ തിരുത്തും, നിങ്ങളെ രക്ഷിക്കും. പക്ഷെ നിങ്ങൾ തളർന്നു പോവരുത്. ധൂർത്തപുത്രൻ മറന്നു കളഞ്ഞു പിതാവിനെ, അങ്ങനെ അവസ്ഥയാവർ. ധൂർത്തപുത്രൻ മറന്നു കളയാൻ ഒരു സമയത്ത് അവൻ ഓർത്തു, അപ്പോൾ അവൻ തിരിച്ചു വന്നു. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത്, നിങ്ങൾക്കൊരു അപ്പനുണ്ട്. നിങ്ങൾ എത്ര ദൂരെ പോയാലും ആ അപ്പനുണ്ട്. ഇത് എളുപ്പമല്ല പറയാൻ. ഒരുപാട് ഒരു മിസ് കോൾ വന്നതാണ്, പിന്നെ നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് തുടങ്ങി. അല്ലെങ്കിൽ ഒരു ചാറ്റിന് നമുക്ക് ഒരു ചാറ്റ് ചെയ്യാൻ തോന്നി, നമ്മൾ സംസാരിച്ച് തുടങ്ങി. വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അവിഹിത ബന്ധങ്ങൾ, എക്സ്ട്രാ മാരേജ് മാരിറ്റൽ അഫെയറിലേക്കൊക്കെ മനുഷ്യന്മാർ പോകുന്നു. അതിൻ്റെ തീവ്രത ഭയങ്കര കൂടുതലേ. ഇപ്പം എനിക്ക് എൻ്റെ വീഴ്ചകളെ കുറിച്ച് മാത്രമേ കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പേരോട് സംസാരിച്ചാൽ അത്ര അറിയത്തുള്ളൂ. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ വീഴ്ചകളും നിങ്ങളുടെ കുറവെന്ന് പറയുന്നത് ഭയങ്കര ഡെപ്ത് കൂടിയ കാര്യങ്ങളായിരിക്കാം. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടായിരിക്കാം. പറ്റുമെന്ന് പറയാനാണ് ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ആദ്യം ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവം നിങ്ങളെ കരുണ കാണിക്കും. ആ കരുണയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അവനവനോട് കരുണ കാണിക്കുക. തെറ്റിപ്പോയി കുറവുണ്ട്, തെറ്റുപോയി എന്ന് ഏറ്റു പറയുക. അവിടുന്ന് ഓടി വന്ന് നിങ്ങളെ ചേർത്ത് നിർത്തും. പത്രോസ്ലിഹ പറഞ്ഞ പോലെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെയും ചോദിക്കുമ്പോൾ പത്രോസിന് അറിയാം തൻ്റെ മനസ്സിൻ്റെ കളങ്കത്തെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണയുണ്ടല്ലേ. പത്രോസ്ലിഹ നിനക്ക് അറിയാലോ കർത്താവെ. പിന്നെ കർത്താവ് ഒന്നും ചോദിക്കുന്നില്ല. ഇനി മഗ്ദലന മറിയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ കുറവുകളെ കുറിച്ചൊക്കെ ധാരണയുണ്ട്. നമുക്ക് നമ്മുടെ കുറവുകളെ കുറിച്ചൊക്കെ ധാരണയുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവെ, പിന്നെ അവിടെ ഒരുപാട് നമ്മൾ കിടന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. ഈശോയ്ക്ക് മനസ്സിലായിട്ടുണ്ട് മഗ്ദലനായുടെ അകത്തെ നന്മയും തിന്മയും അവളുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയും വിശുദ്ധിയില്ലായ്മയും ഒക്കെ എല്ലാം നമ്മളെക്കുറിച്ചെല്ലാം കർത്താവിന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾക്ക് ചിലപ്പം എണ്ണിപ്പറക്കി പ്രാർത്ഥിക്കാൻ പറ്റില്ല. കർത്താവ്, ഞാൻ ഇങ്ങനെയായി പോയി, അങ്ങനെ ഒന്നും പറയണ്ട. ഞാൻ ഇന്ന സാഹചര്യം കൊണ്ട് ഇങ്ങനെയായി, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതല്ല എനിക്ക്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഈ സംഗതികൾ നിങ്ങളിങ്ങനെ എണ്ണിപ്പറക്കി പറഞ്ഞിട്ട് വേണ്ട നിങ്ങളെ ദൈവത്തിന് മനസ്സിലാക്കാൻ. നിങ്ങൾ പാപം ഏറ്റു പറയണം. തീർച്ചയായിട്ടും പാപം ഏറ്റു പറഞ്ഞാൽ മാത്രമേ, അതായത് മനസ്സിൽ പറഞ്ഞാൽ പോരാ, നിങ്ങൾ കുമ്പസാരക്കൂടിൽ ഏറ്റു പറയണം, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറയണം. ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ പാപത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു വരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുദാശയാണ് കുമ്പസാരം. പക്ഷെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും ഒരു പാപബോധത്തിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങനെ അതിന് നിസ്സഹായതയായിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ പെയിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾക്കത് ഏറ്റു പറയാൻ പറ്റില്ല. മഗ്ദലനായ്ക്ക് അങ്ങനെ തന്നെയാണ് അവസ്ഥ. അവൾക്ക് പറയണമെന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ അവൾക്കറിയാം എല്ലാം അറിയുന്നവനാണ് എൻ്റെ കൂടെ ഉള്ളത്, അപ്പം മഗ്ദലന ഒന്നും പറയുന്നില്ല. അവനെ ഫോളോ ചെയ്യാൻ മാത്രമാണ്. ഇനി നമുക്ക് അതാണ് ചെയ്യാനുള്ളത്. അവനെ ഫോളോ ചെയ്യണം. ഫോളോ ഹിം. നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ പോരാട്ടങ്ങളുണ്ടല്ലോ, ചില പാപങ്ങളോടും ചില സ്വഭാവത്തോടും ചില തഴക്കദോഷങ്ങളോടും ചില പരാജയങ്ങളോടൊക്കെയുള്ള പോരാട്ടങ്ങളുണ്ടല്ലോ, അതിനകത്ത് മറ്റൊരു മനുഷ്യനെ കൊണ്ട് നമ്മളെ സഹായിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അവൻ മനുഷ്യനാണ്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവനെ ഇറങ്ങി വരാൻ പറ്റില്ല. മനുഷ്യനാണ് അവർ. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരിക്കലും പെറ്റമ്മയ്ക്ക് മറക്കാൻ പറ്റില്ല. കുഞ്ഞ് കരയുമ്പോൾ പ്രസവിച്ച് കിടക്കുന്ന അമ്മയുടെ മാറിടത്ത് നിന്നും പാല് വരാൻ തുടങ്ങും. ഒരിക്കലും അമ്മയ്ക്ക് മറക്കാൻ കഴിയില്ല. എന്നാലും മറക്കാൻ കഴിയില്ല. ഉള്ള ഉടുപ്പൊക്കെ നനയാൻ തുടങ്ങും. എന്നാലും
അങ്ങനെയുള്ള ഒരു അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറയുന്നത് മറക്കില്ല എന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടി തന്നെയാണ്. അത് നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരണം. നമ്മളെല്ലാവരും തിരിച്ചു വരണം. നമ്മളെല്ലാവരുടെയും പാപത്തിൽ നിന്ന് ഇത് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് നാളെ മുതൽ ഞാൻ പാപം ചെയ്യുന്നില്ല, നോ. ഡ്രഗ്സിൻ്റെ അടിമത്തൊക്കെ എന്തുമാത്രം സമയമെടുത്തിട്ടാണ് വരിക, ഗ്രാജുവലി, അത് പ്രോസസ്സാണല്ലേ. അതുപോലെ തന്നെ ഏതൊരു പാപത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് പ്രോസസ്സാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുക, ബ്ലോക്ക് ചെയ്യാൻ വെക്കാൻ ശ്രമിക്കുക. പിന്നെയും നാളെ വീണ്ടും അൺബ്ലോക്ക് ചെയ്യും. പിന്നെയും നമ്മൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങും, പിന്നെയും കോൾ വിളിക്കാൻ തുടങ്ങും, പിന്നെയും കാണാൻ തുടങ്ങും. ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു പിടുത്തം കർത്താവിന് കൊടുക്കുക. എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത് നിങ്ങൾ പറയുന്ന സമയത്ത് ദൈവം തന്നെ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഇടപെട്ട് ആ പാപത്തിന് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ദൈവം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു ഗ്രേസ് വർക്ക് ചെയ്യും. അപ്പം അത്ര നാൾ അങ്ങോട്ട് നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറ്റാതിരുന്ന നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് നോക്കാതെയാകും. കോള് വിളിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വിളിക്കാതെയാകും. സോ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വന്ന സർവശക്തനായ ദൈവപുത്രനായ യേശു മിശിഹ നിങ്ങളെ കാണുന്നുണ്ട്. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കാൻ സന്നദ്ധനാണ്. സേ എസ് ടു ഹിം. യെസ് അപ്പാ, എനിക്ക് തിരിച്ചു വരണം. എനിക്കിങ്ങനെ ഈ ഒരു അഴുക്ക ജീവിതം വേണ്ട. അത് എനിക്കിങ്ങനെ ഒരിക്കലും നിങ്ങൾ മാനിക്കപ്പെടില്ല. നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് മാനിക്കപ്പെടാതെ, വിലമതിക്കപ്പെടാതെ, അവനവനെ തന്നെ സ്നേഹിക്കാൻ പറ്റാതെ പാപം ചെയ്യുമ്പോൾ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. മറ്റുള്ളവരുടെ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് അതേഴ്സ്. പക്ഷെ സ്റ്റിൽ നിങ്ങളൊരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് വരണം. നിങ്ങൾ തഴയപ്പെട്ട ഒരു ജീവിതത്തിലേക്കല്ല, ഒളിച്ചും പാത്തും ജീവിക്കേണ്ടതല്ല. അങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ മാറി നിൽക്കുന്ന പോലത്തെ മനുഷ്യന്മാരുണ്ടല്ലോ, അങ്ങനത്തെ ആദം ഹവ്വ ഒളിച്ചു നിന്നില്ലേ, അതല്ല. ദൈവത്തിന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരണം, ഉയർച്ച തരാനും ഒക്കെയാണ് ആഗ്രഹം. നിങ്ങളെ ദൈവം മെച്ചപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു വലിയ ഒരു മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു അന്തസ്സുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. ദൈവത്തോട് എസ് പറയണം. നിങ്ങൾ ആന്തരികമായിട്ട് തകരും, പാപബോധം ഉണ്ടാകുമ്പോൾ ആ പോയിന്റിൽ നിങ്ങൾ വഴിതെറ്റി പോകാതെ അപ്പം തന്നെ മനസ്സിലാക്കണം, ജീസസ് ലവ്സ് യു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധനാണ്. എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം സന്നദ്ധനാണ്. ദൈവം മനുഷ്യന്മാരെ അതിനയക്കും. അവരോട് സഹകരിക്കുക. നിങ്ങൾ ദൈവത്തോട് സഹകരിക്കുക, തിരിച്ചു വരിക. ഗ്രാജുവലായിട്ട് പാപത്തിനെ തിരുത്തുക, 1 by 1 അങ്ങനെ തിരുത്തുക. പിന്നീട് തിരുത്തി നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകും. അന്ന് നിങ്ങൾ പുറംതിരിഞ്ഞ് നോക്കുമ്പോൾ എന്നെ എവിടെ നിന്നാണ് കർത്താവ് എടുത്തു കൊണ്ടുവന്നത് എന്നതിനെ നിങ്ങൾ നന്ദിയോടുകൂടി ഓർക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പാപികളെ സ്നേഹിക്കുന്ന കർത്താവിനെ പ്രഘോഷിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. ആമേൻ.